നമസ്കാരം. പോലീസ് പെട്രോളിലേക്ക് സ്വാഗതം. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന രാജ്യത്തെ പ്രധാന ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് നമുക്കറിയാം. സമീപകാലത്ത് കേരളത്തിൽ പല കേസുകളിലും ഇഡിയുടെ നിർണായക ഇടപെടലുകൾ ഉണ്ടായിരുന്നു. പലതും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആരോപണമുയർന്നു. എന്നാൽ അന്നൊന്നുമില്ലാത്ത തരത്തിലുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിടുന്നത്. കൊച്ചി ഇഡി ഓഫീസിലെ ഉദ്യോഗസ്ഥർ കേസുകൾ ഒതുക്കാൻ ഇടനിലക്കാരെ വെച്ച് കൈക്കൂലി വാങ്ങിയിരുന്നുവെന്ന വിജിലൻസ് കണ്ടെത്തൽ അതീവ ഗൗരവതരമാവുകയാണ്. ഇഡിക്കെതിരായ പരാതിയുമായി വിജിലൻസ് ഓഫീസിനെ സമീപിക്കുന്നവരുടെ എണ്ണം അറസ്റ്റിന് പിന്നാലെ വർദ്ധിച്ചുവെന്നാണ് വിവരം. ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആ വാർത്തയുടെ വിശദാംശങ്ങളാകും പോലീസ് പെട്രോളിൽ ആദ്യമുള്ളത്. പോലീസ് പെട്രോളിലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ നിർണായക വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. നടന്നത് കോടികളുടെ ഹവാല ഇടപാടാണെന്ന് കേസിലെ മൂന്നാം പ്രതി മുകേഷ് മൊഴി നൽകി. മുംബൈയിലെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന പണം ഇഡി ഉദ്യോഗസ്ഥർ പറയുന്ന സ്ഥലത്തേക്ക് ഹവാലയായി എത്തിച്ചത് മുകേഷാണെന്നും കണ്ടെത്തി. അതേസമയം കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിലാക്കി വിജിലൻസ് കേസിലെ പരാതിക്കാരൻ അനീഷ് ബാബുവും ഇന്ന് രംഗത്തെത്തി. ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിലെ മൂന്നാം പ്രതി മുകേഷിനെ ചോദ്യം ചെയ്തതിലൂടെ നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കൈക്കൂലി പണത്തിൽ 10% ഇടനിലക്കാരൻ വിൽസനും മുകേഷിനും ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്ത് വാര്യർക്കും ലഭിച്ചിരുന്നത്. അതായത് 1 കോടി രൂപ കൈക്കൂലി ലഭിച്ചാൽ ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്തിനും മറ്റ് ഇടനിലക്കാർക്കും കിട്ടുക 10 ലക്ഷം രൂപ. സെറ്റിൽമെന്റിന്റെ പേരിൽ വാങ്ങുന്ന കൈക്കൂലി കമ്മീഷൻ അടിസ്ഥാനത്തിലാണ് വീതിക്കുക. ബാക്കി പണം മുകേഷ് തന്റെ ഹവാല ശൃംഖല വഴി ഇഡി ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്ന സ്ഥലങ്ങളിൽ എത്തിക്കുകയായിരുന്നെന്നും മുകേഷ് മൊഴി നൽകി. എന്നാൽ അറസ്റ്റിലായ പ്രതികളുടെ മൊഴികൾക്കപ്പുറമുള്ള തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് വിജിലൻസ് സംഘം. മാത്രമല്ല, കൊച്ചിയിൽ ജോലി ചെയ്തവരും മുൻപ് ജോലി ചെയ്തിരുന്നവരുമായ ചില ഇഡി ഉദ്യോഗസ്ഥരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനാണ് വിജിലൻസിന്റെ നീക്കം. അതേസമയം ഒന്നാം പ്രതിയായ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന് പിന്നാലെ കൊച്ചി ഇഡി ഓഫീസിലെ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്കാണ് പരാതിക്കാരനായ കൊട്ടാരക്കരയിലെ വ്യവസായി അനീഷ് ബാബുവിന്റെ വെളിപ്പെടുത്തൽ വിരൽ ചൂണ്ടുന്നത്. ഇഡി ഓഫീസിലെ ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ അസഭ്യം പറഞ്ഞ് കടുത്ത മാനസിക പീഡനത്തിന് വിധേയനാക്കിയെന്നാണ് അനീഷിന്റെ ആരോപണം. ഇങ്ങനെ സംഭവിച്ചു പോയതാണ്. 8 വർഷം മുമ്പ് ഇതുപോലെ എന്റെ കമ്പനി ഇതായി പോയതാണ്. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. എന്നെ ഇവനോട് വളരെ പ്ലീസ് ചെയ്ത് സംസാരിച്ചപ്പോൾ ഇവൻ ചാടി കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ട് എന്നെ കൂട്ടിയൊരു ചീത്തയും വിളിച്ചിട്ട് തറ ഇരിയടാന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴത്തേക്ക് പേടിച്ചു. എല്ലാം ഇമോഷണൽ ഇതെല്ലാം അങ്ങ് ഞാൻ അപ്പോഴേ കരഞ്ഞുപോയി. ഞാൻ തറയിലങ്ങ് ഇരുന്നു. ഇഡി ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് എല്ലാം നടക്കുന്നത്. സമാനമായ അനുഭവമുള്ള നിരവധി പേരെ തനിക്കറിയാമെന്നും അനീഷ് പറയുന്നു. ഇവൻ പറഞ്ഞ ഹിന്ദികളെല്ലാം, അതായത് എനിക്ക് മെയില് വരുന്നത്, ഈ പറഞ്ഞ ആള് വിളിക്കുമെന്ന് പറഞ്ഞത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സെറ്റിൽമെന്റിന് ഒരുങ്ങി എന്ന് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഇവരെന്നെ വിളിച്ചിട്ടേ ഇല്ല. സാധാരണ നമുക്കൊരു സമൻസ് വന്നിട്ട് ഒരു സമൻസ് വന്നപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് എനിക്ക് ഇപ്പം ബുദ്ധിമുട്ടുണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മെയിലിട്ടായിരുന്നു. ആ മെയിലിട്ട സമയം തൊട്ട് അവർ എന്തുകൊണ്ട് വന്നില്ല, വന്നേ പറ്റൂ കണ്ടിന്യൂസ് തന്നെ വിളിച്ച് അത്രത്തോളം വിളിച്ച് ഇതുണ്ട്. പക്ഷേ ഇവർ പറഞ്ഞ നമ്മളൊരു സെറ്റിൽമെന്റിന് വില്ലിങ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ ഇവരുടെ വിളിയേ വന്നിട്ടില്ല. ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെതിരെയാണ് ആദ്യം അനീഷ് ആരോപണം ഉന്നയിച്ചത്. തുടർന്ന് വിജിലൻസ് ഓഫീസിൽ മാധ്യമപ്രവർത്തകർ ഉദ്യോഗസ്ഥരുടെ ചിത്രം കാണിച്ചപ്പോഴാണ് തന്നെ ഭീഷണിപ്പെടുത്തിയത് രാധാകൃഷ്ണനല്ല വിനോദ് കുമാറാണെന്ന് അനീഷ് തിരുത്തിയത്. അതേസമയം പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്ന് വിജിലൻസ് SP S ശശിധരൻ പ്രതികരിച്ചു. ഇല്ല, ഞങ്ങൾക്ക് പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്യണം, പിന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. വി നീഡ് ടൈം. സഹകരിക്കുന്നുണ്ടോ? ഉണ്ട്. ന്യൂസ് 18 കൊച്ചി. കേസുകളിൽ കോഴ വാങ്ങാൻ മറയാക്കിയെന്ന 10ലധികം പരാതികളിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങിയതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിടുന്ന വൻ പ്രതിസന്ധിയാണ്. ഇതുവരെ കേരളത്തിലെ നിരവധി കേസുകളിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിയ ഇഡിയെ പിടിക്കാനുള്ള അവസരമാണ് സംസ്ഥാന സർക്കാരിന് വീണ് കിട്ടിയിരിക്കുന്നത്. അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വിജിലൻസ് ആ തരത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്.
കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചാൽ, കണ്ണിലെ കരടായാൽ അത് ആരായാലും അവരെ തേടി ഇഡി വരും. BJP നേതാക്കൾ പോലും ഒരു അലങ്കാരം പോലെ പറഞ്ഞു നടന്ന വാക്കുകളാണിത്. എന്നാൽ അതേ ഇഡി അഴിമതിക്കറ പുരണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ നാണം കെട്ടു നിൽക്കുന്ന സ്ഥിതി. കശുവണ്ടി അഴിമതിക്കേസിൽ ഇഡിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ പഴയ കണക്കുകൾ ഒരുപാടുണ്ട് തീർക്കാൻ. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ മാസപ്പടി കേസ് മുതൽ ലൈഫ് മിഷൻ കേസുകൾ വരെ അന്വേഷിച്ച കേരളത്തിലെ ഇഡി ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അഴിമതി ആരോപണത്തിൽ നിൽക്കുന്നത്. ലൈഫ് മിഷൻ കോഴ ആരോപണം ഉയർന്നപ്പോൾ ആര് അന്വേഷിക്കണമെന്നതിനെ ചൊല്ലി കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ നടത്തിയ പോര് ഹൈക്കോടതി കയറിയിരുന്നു. ലൈഫ് മിഷൻ കേസിൽ ആദ്യം കേസെടുത്ത സംസ്ഥാന വിജിലൻസ് സെക്രട്ടേറിയറ്റിൽ നിന്നുൾപ്പെടെ ഫയലുകൾ പിടിച്ചെടുത്തു. CBI അന്വേഷണം ഉറപ്പായ സാഹചര്യത്തിലായിരുന്നു വിജിലൻസിന്റെ നീക്കമെന്ന ആരോപണം ഉയർന്നു. വൈകാതെ കേസിലേക്ക് ഇഡിയും എത്തി. തിടുക്കപ്പെട്ട് വിജിലൻസ് സംഘം ഫയൽ പിടിച്ചെടുത്തത് തെളിവ് നശിപ്പിക്കാനാണെന്ന ആരോപണം ശക്തമായി. ഫയലുകൾ കൈമാറാൻ സംസ്ഥാന ഏജൻസിക്ക് കോടതി നിർദ്ദേശം നൽകി. സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറെ കയ്യേറ്റം ചെയ്തു എന്ന പരാതിയിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തത് മറ്റൊരു സംഭവം. കസ്റ്റംസ് അസിസ്റ്റന്റ് പ്രിവന്റീവ് ഓഫീസറെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് ഏജൻസികൾ തമ്മിലുള്ള മറ്റൊരു തർക്കത്തിന് കാരണമായി. സ്വർണ്ണക്കടത്ത് കേസിൽ തന്നെ അന്വേഷണം തടസ്സപ്പെടുത്തുവെന്നാരോപിച്ച് ഇഡി സംസ്ഥാന സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതും നാൾ വഴിയിലെ മറ്റൊരു സംഭവം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPM-ന്റെയും അതിലെ നേതാക്കളുടെയും ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പിറകെ ഇഡി ഇറങ്ങിപ്പുറപ്പെട്ടതാണ് മറ്റൊരു സംഭവം. സംസ്ഥാന വ്യാപകമായി സഹകരണ മേഖലയിലാകെ പരിശോധനയ്ക്ക് ഇഡി തുടക്കം കുറിക്കുകയും ചെയ്തു. അതിനിടെയാണ് ഇഡിയുടെ കൊച്ചി യൂണിറ്റിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നതും വിജിലൻസ് നടപടി തുടങ്ങിയിരിക്കുന്നതും. കേന്ദ്ര ഏജൻസിയെ പൂട്ടാനുള്ള സുവർണാവസരമാണ് ഇടതു സർക്കാരിന് ഈ പരാതികൾ. ഒരു പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഇഡി ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പരാതികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. സിനിമ സീരിയൽ താരങ്ങളായ നിരവധി പേർക്കെതിരെ നമുക്കറിയാം സമീപകാലത്ത് ലൈംഗിക പീഡന പരാതികൾ ഉയർന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് ആളുകളുടെ പേരുകൾ വന്നു. അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇടപെട്ട അല്ലെങ്കിൽ ഉൾപ്പെട്ട പല കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അതിൽ ഏറ്റവും ഒടുവിലത്തെ ആളാണ് സീരിയൽ നടൻ റോഷൻ ഉല്ലാസ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന തൃശൂർ സ്വദേശിനിയുടെ പരാതിയിൽ റോഷൻ ഉല്ലാസ് അറസ്റ്റിലായി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. കൊച്ചി കളമശ്ശേരി പോലീസാണ് ബലാത്സംഗ കുറ്റം ചുമത്തി റോഷനെ അറസ്റ്റ് ചെയ്തത്. റോഷൻ ഉല്ലാസ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് തൃശൂർ സ്വദേശിനിയുടെ പരാതി. തൃക്കാക്കരയിലും തൃശൂരിലും കോയമ്പത്തൂരിലും വെച്ച് 2022 പീഡിപ്പിച്ചെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ കോയമ്പത്തൂരിലെത്തിച്ച് വീണ്ടും ലൈംഗികമായി പീഡിപ്പിച്ചു. വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് നടൻ പിന്മാറിയതോടെയാണ് പരാതിയുമായി യുവതി രംഗത്തെത്തിയത്. തുടർന്ന് അന്വേഷണം നടത്തിയ കളമശ്ശേരി പോലീസ് ബലാത്സംഗ കുറ്റം ചുമത്തി റോഷനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് പറയുന്നു. കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ന്യൂസ് 18 കളമശ്ശേരി. പെറ്റമ്മ തന്നെ സ്വന്തം മകനെ കൊല്ലാൻ ശ്രമിച്ചാലോ? എത്ര ഞെട്ടിപ്പിക്കുന്ന, നമ്മളെ നടുക്കുന്ന വാർത്തയാണത്. ഈ സംഭവം ഉണ്ടായത് പാലക്കാട് വാളയാറിലാണ്. 4 വയസ്സുകാരൻ കിണറ്റിൽ വീണ സംഭവത്തിൽ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാളയാർ സ്വദേശി ശ്വേതയാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത്. കിണറ്റിൽ വീണതല്ലെന്നും അമ്മ തള്ളിയിട്ടതാണെന്നും കുട്ടി മൊഴി നൽകിയതോടെയാണ് നടപടി
ഉണ്ടായത് ഏറെ നാളായി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു പ്രതി ശ്വേത. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, മകനെ ഇല്ലാതാക്കണമെന്നുള്ള ആഗ്രഹമൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു കുടില പ്രവൃത്തിയിലേക്ക് ശ്വേതയെ നയിച്ചത്. വെള്ളിയാഴ്ചയാണ് കുട്ടി കിണറ്റിൽ വീണത്. കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാർ കുട്ടിയെ ജീവനോടെ പുറത്തെടുത്തു. ഇവരോടാണ് 4 വയസ്സുകാരൻ അമ്മ തന്നെ കിണറ്റിൽ തള്ളിയിട്ടതാണെന്ന് പറഞ്ഞത്. അമ്മ ശ്വേത ഇത് നിഷേധിച്ചിരുന്നു. മകനെ ഒരു കാരണവശാലും തള്ളിയിടില്ലെന്നാണ് ശ്വേത പറഞ്ഞിരുന്നത്. കുട്ടി മൊഴിയിൽ ഉറച്ചു നിന്നതോടെ നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തി ശ്വേതയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ശ്വേതയും 4 വയസ്സുകാരനായ മകനും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. ഭർത്താവുമായി ഏറെ നാളായി അകന്നു കഴിയുകയാണ് ശ്വേത. ആൾമറ ഉള്ള കിണറായതിനാൽ കുട്ടിക്ക് ഒറ്റയ്ക്ക് കിണറിന്റെ മുകളിൽ കയറാൻ കഴിയില്ലെന്നും പോലീസ് വ്യക്തമാക്കി. 14 ദിവസത്തേക്കാണ് ശ്വേതയെ കോടതി റിമാൻഡ് ചെയ്തത്. ശ്വേതയെ കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരത്തേക്ക് ഒരിക്കൽ കൂടി വന്നാൽ അവിടെ കൈമനത്ത് 50-കാരിയെ തീപ്പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആൺ സുഹൃത്ത് സജി അറസ്റ്റിലായി. സജികുമാർ എന്നാണ് ഇയാളുടെ മുഴുവൻ പേര്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. ഇയാൾക്കൊപ്പം താമസിക്കുകയായിരുന്നു യുവതി എന്നുള്ളതാണ്. ഇയാൾ കൈമനം സ്വദേശിയാണ്, ഓട്ടോ ഡ്രൈവറുമാണ് ഇയാൾ. ഷീജയുടെ നഗ്നചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇയാൾ പണം തട്ടിയിരുന്നു എന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയ ശേഷമാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്കും പോലീസ് കടക്കുന്നുണ്ട്. കൈമനത്ത് സജിയുടെ വീടിനോട് ചേർന്ന പറമ്പിലാണ് വ്യാഴാഴ്ച രാത്രി ഷീജയുടെ മൃതദേഹം കണ്ടെത്തിയത്. അവിവാഹിതയായ 50-കാരി ഓട്ടോ ഡ്രൈവറായ സജിയുമായി അടുപ്പത്തിലായിരുന്നു. ഇയാൾക്ക് മറ്റൊരു യുവതിയുമായി ബന്ധമുണ്ടെന്ന സൂചനയെ തുടർന്ന് ഷീജ സജിയുമായി അകന്നു. ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുകയും ചെയ്തു. ഇരുവരും സൗഹൃദത്തിലായിരുന്നപ്പോൾ എടുത്ത നഗ്നചിത്രങ്ങൾ കാണിച്ച് പിന്നീട് സജി ഭീഷണിപ്പെടുത്തുകയും പണം വാങ്ങുകയും ചെയ്തുവെന്ന് ഷീജയുടെ വീട്ടുകാർ ആരോപിച്ചിരുന്നു. ഷീജ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെത്തി സജി ബഹളമുണ്ടാക്കുകയും ചെയ്തു. കടുത്ത മാനസിക പ്രയാസത്തിലായ ഷീജ സജിയുടെ വീടിന് സമീപത്തെത്തി ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ലൈംഗിക സാമ്പത്തിക ചൂഷണങ്ങൾ വ്യക്തമായതോടെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സജിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട സജികുമാറിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. കോവിഡ് സമയത്താണ് സജികുമാറും ഷീജയും പരിചയപ്പെട്ടത്. ഷീജയുടെ സ്വകാര്യ ചിത്രങ്ങൾ പകർത്തിയ സജി അത് കാട്ടി നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായാണ് പോലീസിന് ലഭിച്ച സൂചന. ഇരുവരും തമ്മിലുള്ള ചാറ്റിന്റെ തെളിവുകളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. നെടുമ്പാശ്ശേരിയിൽ ഐവിൻ ജിജോ എന്ന യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ CISF ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ നീക്കം. കേസിന്റെ FIR-ഉം പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടും ഉൾപ്പെടെയുള്ള രേഖകൾ CISF കമാൻഡന്റ് ഡയറക്ടർ ജനറലിന് കൈമാറി. ഇക്കാര്യത്തിൽ തീരുമാനം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന. സംഭവത്തിൽ ഒരു CISF ഉദ്യോഗസ്ഥനെ കൂടി പോലീസ് ചോദ്യം ചെയ്യും. ഇയാൾക്കൊപ്പമാണ് പ്രതികൾ മദ്യപിച്ചത് എന്ന വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. പ്രതികൾക്ക് ഇയാൾ സഹായം ചെയ്തിട്ടുണ്ടെന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. തുടർന്ന് ഇയാളെ കസ്റ്റഡിയെടുക്കാനും ചോദ്യം ചെയ്യാനും പോലീസ് തയ്യാറാവുകയാണ്.
ഐവിൻ ജിജോയുടെ മരണത്തിൽ ഒരു CISF ഇൻസ്പെക്ടറെ കൂടി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. പ്രതികളായ CISF ഉദ്യോഗസ്ഥർ മദ്യപിച്ചത് ഈ ഇൻസ്പെക്ടറുടെ വീട്ടിൽ വെച്ചാണെന്നാണ് വിവരം. കൊലക്കേസിലെ രണ്ടാം പ്രതി മോഹൻകുമാറിനെ ഡ്യൂട്ടിയിൽ കയറാൻ സഹായിച്ചത് ഈ ഇൻസ്പെക്ടറാണെന്നും വ്യക്തമായിട്ടുണ്ട്. ഇയാൾ തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. കാറിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ബുധനാഴ്ച രാത്രിയാണ് CISF ഉദ്യോഗസ്ഥർ കാർ ഇടിപ്പിച്ചു കൊന്നത്. കാർ ഉരസിയതിനെ തുടർന്ന് തർക്കമുണ്ടായ സ്ഥലം മുതൽ ഐവിൻ കാറിന്റെ ബോണറ്റിൽ നിന്നും താഴെ വീണ് കിടന്നിരുന്ന ഇടം വരെയുള്ള ഭാഗത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വിനയകുമാർ ദാസിനെ സംഭവ സ്ഥലത്ത് നാട്ടുകാർ തടഞ്ഞപ്പോൾ കാറിലുണ്ടായിരുന്ന മോഹൻകുമാർ അവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു എന്നത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നു. മോഹൻകുമാർ ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നാൽ ഇയാളെ ഉദ്യോഗസ്ഥനെത്തി രക്ഷപ്പെടുത്തിയതാണോ എന്നാണ് സംശയം. രക്ഷപ്പെട്ട മോഹൻകുമാർ CISF ക്വാർട്ടേഴ്സിലേക്കാണ് നേരെ പോയത്. പിറ്റേന്ന് രാവിലെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ക്രൂരമായ കൊലപാതകം നടത്തിയിട്ടും ഇയാൾക്ക് എങ്ങനെ ജോലിയിൽ പ്രവേശിക്കാൻ അനുമതി ലഭിച്ചു എന്നതും സംശയം വർദ്ധിപ്പിക്കുന്നു. ഡ്യൂട്ടി ക്രമീകരണം സംബന്ധിച്ച് സംസാരിക്കാൻ കാറിൽ കമ്പനി കമാൻഡറുടെ വീട്ടിൽ പോയി മടങ്ങുമ്പോഴാണ് സംഭവം ഉണ്ടായെന്നാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത്. അതിനാൽ കമ്പനി കമാൻഡറുടെ മൊഴിയും പോലീസ് ശേഖരിക്കും. റിമാൻഡിലായ ബീഹാർ സ്വദേശികളായ സബ് ഇൻസ്പെക്ടർ വിനയകുമാർ ദാസ്, കോൺസ്റ്റബിൾ മോഹൻകുമാർ എന്നിവരെ കൂടുതൽ അന്വേഷണങ്ങൾക്കായി കസ്റ്റഡിയിൽ വാങ്ങാനും നെടുമ്പാശ്ശേരി പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി ഉടൻ തന്നെ പോലീസ് അങ്കമാലി കോടതിയിൽ അപേക്ഷ നൽകും. നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് പ്രതികളെ സംഭവ സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയിരുന്നില്ല. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും തെളിവെടുപ്പ്. അതിനിടെ പ്രതികളായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ CISF നീക്കം തുടങ്ങി. കേസിന്റെ FIR-ഉം പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ CISF ഡയറക്ടർ ജനറലിന് കമാൻഡന്റ് കൈമാറിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഡയറക്ടർ ജനറലിന്റെ തീരുമാനം ഈ ആഴ്ച തന്നെ ഉണ്ടായേക്കും. ന്യൂസ് 18 കൊച്ചി. ഭാര്യയുമായി വഴക്കുണ്ടാക്കുന്നത് മറ്റുള്ളവരോട് പറഞ്ഞെന്ന് ആരോപിച്ച് അയൽവാസിയായ വയോധികയെ വീട്ടിൽ കയറി മർദ്ദിച്ച യുവാവ് പിടിയിൽ. കൊല്ലം വാളകം ഇടയം സ്വദേശി സുജിത്താണ് അറസ്റ്റിലായത്. 68-കാരി ലീലയാണ് ഇയാൾ ആക്രമിച്ചത്. വൃദ്ധയുടെ വീട്ടുപകരണങ്ങൾ തല്ലിത്തകർക്കുകയും റേഷൻ കാർഡ് അടക്കമുള്ള രേഖകൾ ഇയാൾ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ പ്രതി പോലീസ് അല്ലെങ്കിൽ നാട്ടുകാർ ഇയാളെ അന്വേഷിച്ചിരുന്നു. പക്ഷേ 2 മാസമായി ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇയാൾ പിടിയിലായത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന വാളകം ഇടയം സ്വദേശി സുജിത്താണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. മാർച്ച് 13-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. അഞ്ചൽ ഇടയം സ്വദേശിയായ വൃദ്ധയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ സുജിത്ത് വൃദ്ധയെ മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന ചെറുമകൻ ഇടപെട്ടതിനെ തുടർന്ന് ഇറങ്ങിപ്പോയ സുജിത്ത് രാത്രിയോടുകൂടി തിരിച്ചെത്തി. വയോധികയുടെ വീടിന്റെ വാതിൽ പൊളിച്ച് അകത്തു കയറിയ ഇയാൾ തുണിയും റേഷൻ കാർഡും ആധാർ കാർഡും അടക്കമുള്ള രേഖകൾ വീടിന് മുന്നിലിട്ട് കത്തിച്ചു. കുറ്റത്തിന് കയറി വീട്ടിൽ വന്ന് എൻ്റെ കുഞ്ഞിനെ കണ്ടിച്ച് ഇരുമ്പുണ്ട് കുക്കറിൻ്റെ അവിടെയും ഈ കയ്യിൽ കണ്ടിച്ച് പിന്നെ അങ്ങനെ ഇറക്കി വിട്ട പാടത്തിട്ടുണ്ടാവും. അങ്ങനെ അവൻ അന്ന് പോയി പിന്നെ വന്ന ഈ പണികളെല്ലാം ചെയ്ത് രാത്രി എൻ്റെ മോൻ ഇന്നലെ പോയി. ഈ പണി എന്തെങ്കിലും പറ്റും ആരുമില്ല, ഞാനില്ല, ഒരു വല്യമ്മയുടെ വീട്ടിൽ അന്നൊരാഴ്ച മൊത്തം ഇന്നലെ. വീടിന്റെ ജനാലകളും ഫർണിച്ചറുകളും പൈപ്പും മോട്ടോറുമെല്ലാം അടിച്ചു നശിപ്പിച്ചു. വയോധിക കേസ് നൽകിയതിനെ തുടർന്ന് ഒളിവിലായിരുന്ന സുജിത്തിനെ അഞ്ചൽ പോലീസ് ഇടയത്തു നിന്നാണ് പിടികൂടിയത്. സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. മദ്യപാനിയായ സുജിത്ത് ഭാര്യയുമായി വഴക്കിടുന്നത് പതിവായിരുന്നു. അയൽവാസിയായ വയോധിക ഇക്കാര്യം മറ്റുള്ളവരോട് പറഞ്ഞു എന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി വീട്ടിലുണ്ടെന്ന് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
ന്യൂസ് 18 കൊട്ടാരക്കര. കോഴിക്കോട് കൊടുവള്ളി സ്വർണ്ണക്കടത്തുകാർക്കും കുഴൽപ്പണ ലോബിക്കുമൊക്കെ ഏറെ വളക്കൂറുള്ള പ്രദേശമാണ്, നമുക്കറിയാം. കൊടുവള്ളിയിൽ നിന്ന് നിരവധി സ്വർണ്ണക്കടത്ത് കേസുകൾ ഇതിനു മുൻപും പോലീസ് പെട്രോളിലൂടെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. യുവാവിന് തട്ടിക്കൊണ്ടുപോയ കേസിന്റെ അന്വേഷണം നീളുന്നത് സാമ്പത്തിക ഇടപാടിലെ തർക്കങ്ങളിലേക്കാണ് എന്ന വിവരം കൂടി പുറത്തു വരികയാണ്. സംഭവത്തിൽ 2 പേർ കൂടി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. അനൂസ് റോഷൻ എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിനൊപ്പം ബൈക്കിൽ എത്തിയവരാണ് കസ്റ്റഡിയിൽ ഉള്ളത്. കേസിൽ മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് കിഴക്കോത്ത് പരപ്പാർ ആയിക്കോട്ടിൽ അനൂസ് റോഷനെ ആയുധങ്ങളുമായി കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. ആദ്യം 2 പേർ ബൈക്കിലെത്തിയിരുന്നു. പിന്നാലെ കുറച്ചുപേർ കാറിലെത്തി. ഇവരാദ്യം അനൂസ് റോഷന്റെ പിതാവിനെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റാൻ ശ്രമിച്ചു. ഇത് തടയാൻ ശ്രമിച്ച അനൂസിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. ബൈക്കിലെത്തിയവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ ബൈക്കിന്റെ ഉടമയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെയെല്ലാം വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. വണ്ടിമേൽ ആദ്യം 2 ആൾ വന്നതാ, ഓലാണ് ഇത് ചെയ്ത്. ഇന്നപ്പോൾ കാറ് വന്ന് ഞാൻ പിന്നെ റഷീദ് ഖാനെ പിടിച്ചാട്ട് കൊണ്ടുപോയപ്പോൾ മോന് മുകളിലായിരുന്നില്ല. എന്നപ്പോൾ ഓനെയാണെന്ന് വന്ന് ഞാൻ റഷീദ് ഖാനെ ഇങ്ങോട്ട് പിടിച്ചപ്പോൾ ഓനെ പിടിച്ച് ഞാൻ എങ്ങനെ പിടിച്ച വലയിൽ കയറ്റി കൊണ്ടുപോവുക ചെയ്ത. പ്രതികളെക്കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചതായാണ് പോലീസ് നൽകുന്ന വിവരം. അനൂസ് റോഷന്റെ സഹോദരൻ അജ്മൽ റോഷൻ വിദേശത്ത് നടത്തിയ സാമ്പത്തിക ഇടപാടുകളാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് വിവരം. ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. 5 ദിവസം മുമ്പ് ഇതേ സംഘം സ്ഥലത്തെത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കുടുംബത്തിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. അജ്മൽ റോഷൻ 1 മാസം മുമ്പ് ദുബായിൽ നിന്ന് നാട്ടിലെത്തിയിരുന്നു. എന്നാൽ നിലവിൽ എവിടെയാണെന്ന് അറിയില്ലെന്നാണ് കുടുംബത്തിന്റെ മൊഴി. പണം നൽകാനുള്ളവരോട് ഇയാൾ സാവകാശം തേടിയിരുന്നെന്നും നേരത്തെയും ഈ സംഘം വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി. ന്യൂസ് 18 കോഴിക്കോട്. പാലക്കാട് കൂട്ടനാട് യുവാവൻ തട്ടിക്കൊണ്ടുപോയി വധിക്കാൻ ശ്രമിച്ച കേസിൽ 3 പേരെ ചാലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. തൃത്താല സ്വദേശികളായ മുഹമ്മദ് ഹനീഫ, രജീഷ്, മട്ടന്നൂർ സ്വദേശി അബ്ദുള്ള എന്നിവരാണ് അറസ്റ്റിലായത്. കൂട്ടനാട് സ്വദേശി നൌഷാദിന്റെ പരാതിയിലാണ് പ്രതികളെ തൃശ്ശൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ബിസിനസ്സിനായി ഇടനില നിന്ന് വാങ്ങിക്കൊടുത്ത പണം തിരികെ ആവശ്യപ്പെട്ടാണ് പ്രതികൾ നൌഷാദിനെ തട്ടിക്കൊണ്ടുപോയത്. കംബോഡിയയിൽ നിന്നും സിഗരറ്റ് ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ നൌഷാദ് ഇടനിലക്കാരനായി നിന്ന് കായംകുളത്തുകാരൻ പ്രദീപ് എന്നയാളെ പ്രതികൾക്ക് പരിചയപ്പെടുത്തിയതായാണ് പോലീസ് പറയുന്നത്. തുടർന്ന് മുൻകൂറായി തുകയും വാങ്ങി. ബിസിനസ് നടക്കാതെ വന്നതോടെ വാങ്ങിയ പണം ഇടനില നിന്ന നൌഷാദ് കൊടുക്കണമെന്നാവശ്യപ്പെട്ടാണ് മെയ് 12 രാവിലെ 10 മണിക്ക് കൂറ്റനാട് ന്യൂ ബസാർ ജംഗ്ഷനിൽ നിന്നും ഇയാളെ കാറിൽ തട്ടിക്കൊണ്ടുപോയത്. തൃശൂർ കുരിഞ്ഞിക്കരയിൽ ഒരു വീട്ടിൽ കൊണ്ടുപോയ ശേഷം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി മുദ്രപത്രം ഒപ്പിടിവെച്ചു വാങ്ങി. കഴുത്തിൽ തുണി കൊണ്ട് മുറുക്കി ഭീഷണിപ്പെടുത്തി ചെക്കുകൾ ഒപ്പിടിവെച്ച് വാങ്ങിയതായും നൌഷാദിന്റെ പരാതിയിൽ പറയുന്നു. തുടർന്ന് ചാലിശ്ശേരി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തൃത്താല സ്വദേശികളായ മുഹമ്മദ് ഹനീഫ, രജീഷ്, മട്ടന്നൂർ സ്വദേശി അബ്ദുള്ള എന്നിവർ അറസ്റ്റിലായത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസ് സമീപകാലത്ത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയ സംഭവമാണ്. ഈ കേസിലെ പ്രതി അഡ്വക്കേറ്റ് ബെയ്ലൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ തിങ്കളാഴ്ചയാണ് വിധിയുണ്ടാവുക.
തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസിൽ വിധി പറയുക. ഇയാൾ ഇപ്പോഴും ജയിലിലാണ്. ഇയാളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. തനിക്കൊപ്പമുള്ള അഭിഭാഷകർ പോലും തനിക്കൊപ്പം നിൽക്കുന്നില്ല, തനിക്ക് പിന്തുണയില്ല എന്ന് വ്യക്തമാക്കി വനിതാ അഭിഭാഷക രംഗത്ത് വന്നതും കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു. വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷക JV ശ്യാമിനിയെ മർദ്ദിച്ച കേസിൽ ശനിയാഴ്ച ഇരു വിഭാഗങ്ങളുടെയും വാദം വിശദമായി കേട്ട ശേഷമാണ് തിരുവനന്തപുരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധി പറയാൻ മാറ്റിവെച്ചത്. സ്ത്രീത്വത്തെ അപമാനിച്ച സംഭവം ഗൌരവമുള്ളതാണെന്നാണ് പ്രോസിക്യൂഷൻ വാദം. പരാതിക്കാരിക്ക് തൊഴിലിടത്ത് സംഭവിച്ച ആക്രമണം അവരുടെ അന്തസ്സിനേറ്റ കളങ്കമായതിനാൽ ജാമ്യം നൽകുന്നത് നീതി നിഷേധിക്കലാണെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. എന്നാൽ ഓഫീസിനുള്ളിൽ 2 ജൂനിയർ അഭിഭാഷകരുടെ തർക്കത്തിനൊടുവിലാണ് സംഭവം ഉണ്ടായതെന്ന വാദമാണ് പ്രതിഭാഗം ഉന്നയിച്ചത്. പരാതിക്കാരിയായ ശ്യാമിനിയാണ് പ്രകോപനമുണ്ടാക്കിയത്. ബോധപൂർവമായ ആക്രമണം ഉണ്ടായിട്ടില്ല. എന്തുപാധിയോടെയാണെങ്കിലും ജാമ്യം നൽകണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു. ചൊവ്വാഴ്ചയാണ് തന്റെ ഓഫീസിൽ വെച്ച് ബെയിലിൻ ദാസ് ജൂനിയർ അഭിഭാഷകയായ ശ്യാമിനിയെ മർദ്ദിച്ചത്. ഇടതുകവിളിൽ അടിയേറ്റു വീണ ശ്യാമിനി എഴുന്നേറ്റ് തടയുന്നതിനിടെ കയ്യിൽ പിടിച്ചു തിരിച്ച ശേഷം വീണ്ടും കവിളിൽ അടിച്ചതായി റിമാൻഡ് അപേക്ഷയിൽ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ ബെയിലിൻ ദാസിനെ വ്യാഴാഴ്ച രാത്രിയോടുകൂടിയാണ് പോലീസ് പിടികൂടിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറത്ത് 14 വയസ്സുകാരനെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ ഒരാൾ പിടിയിലായി. കാവുംപുറം സ്വദേശി സിദ്ദിഖാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. പ്രതി കുട്ടിയെ പലതവണ പീഡിപ്പിച്ചതായി പോലീസ് പറഞ്ഞു. മലപ്പുറം വളാഞ്ചേരി കാവുംപുറത്ത് 14-കാരനെ പീഡിപ്പിച്ച കേസിലാണ് 61-കാരനായ കാവുംപുറം സ്വദേശി കരുക്കുഴിയിൽ സിദ്ദിഖ് പിടിയിലായത്. ഓണാവധിക്കാലത്തായിരുന്നു കേസിനാസ്പദമായ ആദ്യ സംഭവം. പ്രതിയെ പേടിച്ച് കുട്ടി വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല. പലതവണയായി കുട്ടിയെ പല സ്ഥലങ്ങളിൽ വെച്ച് പ്രതി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. കുട്ടി പ്രതിയുമായി തർക്കിക്കുന്ന കണ്ട വീട്ടുകാരാണ് കാര്യം ചോദിച്ചറിയുന്നത്. ആദ്യം മടിച്ചെങ്കിലും പിന്നീട് കുട്ടി പീഡന വിവരം രക്ഷിതാക്കളോട് പറയുകയായിരുന്നു. വീട്ടുകാർ വളാഞ്ചേരി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് പ്രതി അറസ്റ്റിലായത്. പീഡനകാര്യം പുറത്തു പറഞ്ഞാൽ ഉപദ്രവിക്കുമെന്നും ഫോട്ടോ ഉൾപ്പെടെയുള്ളവ പുറത്തുവിടുമെന്നും പറഞ്ഞ് പ്രതി കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പോലീസ് പറഞ്ഞു. തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി. സ്ത്രീധനത്തിന്റെ പേരിലുള്ള തർക്കത്തെ തുടർന്ന് ഭാര്യയെ കൊന്ന് കഷ്ണങ്ങളാക്കി പലയിടങ്ങളിലായി വലിച്ചെറിഞ്ഞു. സബീന എന്ന യുവതിയോടാണ് ഭർത്താവ് മുഹമ്മദ് സൈഫുദ്ദീൻ കൊടും ക്രൂരത കാട്ടിയത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സബീനയുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ സമീപത്തെ കനാലിൽ നിന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. സഹോദരൻ സലാഹുദ്ദീൻ സബീനയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ലഭിച്ചില്ല. തുടർന്ന് സംശയം തോന്നി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഭർത്താവ് സൈഫുദ്ദീനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു. സബീനയുടെ കൈ അറുത്തെടുത്ത നിലയിൽ പ്രദേശത്തെ പൂന്തോട്ടത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. കൊലപാതകത്തിനു ശേഷം മൃതദേഹം വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി വിവിധയിടങ്ങളിൽ വലിച്ചെറിഞ്ഞതായാണ് പ്രതിയുടെ മൊഴി.
യുപിയിലെ ശ്രാവഷ്ടിയിൽ ഈ മാസം 13-നാണ് ക്രൂരമായ കൊലപാതകം നടന്നത്. സ്ത്രീധനത്തിന്റെ പേരിലായിരുന്നു അരുംകൊല. സൈഫുദ്ദീനും സബീനയും 2021-ലാണ് വിവാഹിതരായത്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവിന് പുറമെ ഭർത്തൃ വീട്ടുകാരും യുവതിയെ പീഡിപ്പിക്കാറുണ്ടെന്നായിരുന്നു സബീനയുടെ കുടുംബത്തിന്റെ ആരോപണം. ന്യൂസ് 18 UP. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നത് പ്രധാനമായും ട്രെയിൻ മാർഗമാണ്. വൻതോതിൽ കടത്താമെന്നതും പിടിക്കപ്പെടുമെന്നായാൽ കഞ്ചാവ് ഉപേക്ഷിച്ച് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതുമാണ് ട്രെയിൻ തിരഞ്ഞെടുക്കപ്പെടാൻ കാരണം. പാലക്കാട് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ കഞ്ചാവ് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് 1 കിലോയിലധികം കഞ്ചാവ് കണ്ടെത്തിയത്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ഷൊർണൂർ ഭാഗത്തേക്കുള്ള കോച്ച് നമ്പർ 8 എന്നെഴുതിയ ബോർഡിന് സമീപത്തുള്ള ഇരിപ്പിടത്തിന് അരികിൽ 1 കിലോ 50 ഗ്രാം കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പട്ടാമ്പി മേഖല കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവ് ഏജന്റുമാർക്ക് കൈമാറുന്നതിനായാണ് ചാക്കിൽ ഉപേക്ഷിച്ചതെന്നാണ് നിഗമനം. കഞ്ചാവ് ആർക്കുവേണ്ടി എത്തിച്ചതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ എക്സൈസ് അന്വേഷിച്ചു വരുന്നു. പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ H. വിനുവിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K. മണികണ്ഠൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനിൽകുമാർ, ഉണ്ണി എന്നിവർ പങ്കെടുത്തു. അടുത്തിടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പലതവണ വൻതോതിൽ കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. മോഷണം പോയ മൊബൈൽ ഫോണുകൾ വീണ്ടെടുത്ത് ഉടമസ്ഥർക്ക് തിരികെ നൽകി മലപ്പുറം കുറ്റിപ്പുറം പോലീസ്. 20ഓളം മൊബൈൽ ഫോണുകളാണ് കുറ്റിപ്പുറം പോലീസ് ഉടമസ്ഥർക്ക് വീണ്ടെടുത്ത് നൽകിയത്. വില കൂടിയ ഐഫോണുകളടക്കം ദിവസങ്ങൾക്കുള്ളിൽ ഉടമസ്ഥരുടെ കൈകളിൽ തിരിച്ചെത്തി. കഴിഞ്ഞ ഏതാനും മാസത്തിനകം 20ഓളം മൊബൈൽ ഫോണുകളാണ് കുറ്റിപ്പുറം പോലീസ് ഉടമസ്ഥർക്ക് വീണ്ടെടുത്ത് നൽകിയത്. വില കൂടിയ ഐഫോണുകളടക്കം ദിവസങ്ങൾക്കുള്ളിൽ ഉടമസ്ഥരുടെ കൈകളിൽ തിരിച്ചെത്തി. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാരുടെ ഒട്ടേറെ മൊബൈൽ ഫോണുകൾ കഴിഞ്ഞ മാസങ്ങളിൽ നഷ്ടമായിരുന്നു. വില കൂടിയ ഫോണുകൾ മോഷണം നടത്തിയ ശേഷം പല കടകളിലും വിൽപ്പന നടത്തിയതായി കണ്ടെത്തി. ഇവയെല്ലാം പോലീസ് എത്തി തിരിച്ചുപിടിച്ചു. യാത്രക്കിടെ താഴെ വീട് നഷ്ടമായ ഫോണുകൾ കണ്ടെത്തി ഉടമസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ PRO വിപിൻ സേതുവിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം. കൂടുതൽ പരാതികൾ വന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയുന്നതും നമ്മൾ ഇതിനെ ഈ ഫോൺ കണ്ടെത്താനുള്ള കാര്യങ്ങളിലേക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നത്. അതിന് നമ്മൾ ചെയ്യുന്നത് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിൻ്റെ CR, അതായത് സെൻട്രൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. ആ പോർട്ടൽ വഴി നമ്മൾ ആ ഫോണിൻ്റെ ഡീറ്റെയിൽസ് അതിൽ നൽകണം. അത് സാധാരണക്കാർക്ക് സ്റ്റേഷനിൽ വന്നും ചെയ്യാം, സ്റ്റേഷനിൽ വരാതെ അവർക്ക് വേണമെങ്കിൽ അക്ഷയ വഴിയോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ വഴി ഇത് രജിസ്റ്റർ ചെയ്യാം. അതിന് അവരുടെ ഫോൺ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, ലോസ്റ്റായ ഫോൺ നമ്പർ, അതിനെ അവരെ IMEI നമ്പർ, അതുപോലെ തന്നെ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ സബ്മിറ്റ് ചെയ്യുക. ഫോണിൻ്റെ ഡീറ്റെയിൽസിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് രജിസ്റ്റർ ആവുകയും നമുക്കത് വരികയും ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ www.ceir.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് മൊബൈൽ ഫോണുകൾ കണ്ടെത്തുന്നത്. ഫോൺ മോഷണം പോവുകയോ നഷ്ടമാവുകയോ ചെയ്താൽ വെബ്സൈറ്റ് വഴി IMEI നമ്പർ നൽകി ബ്ലോക്ക് ചെയ്യുകയാണ് ആദ്യം ചെയ്യുക. ബ്ലോക്ക് ചെയ്യുന്ന ഫോണിൽ ആരെങ്കിലും മറ്റൊരു സിം കാർഡ് ഉപയോഗിക്കുന്നതോടെ അവരുടെ ലൊക്കേഷനും മറ്റു വിവരങ്ങളും ലഭ്യമാകും. രാജ്യത്ത് ഇതുവരെ ഇത്തരത്തിൽ 19,149 മൊബൈൽ ഫോണുകൾ ഈ വെബ്സൈറ്റ് വഴി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് സമീപം വലിയ തീപിടുത്തമുണ്ടായി. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന കടയ്ക്കാണ് ആദ്യം തീപിടിച്ചത്. തീ പടർന്നതോടെ നഗരം മുഴുവൻ ആശങ്കയിലായി. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു.
അഗ്നിശമന സേനയുടെ നിരവധി യൂണിറ്റുകൾ മണിക്കൂറിലെടുത്താണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന്റെ കാരണങ്ങൾ വ്യക്തമായിട്ടില്ല. കോഴിക്കോട് മാവൂർ റോഡിലുള്ള മൊഫീഷ്യൽ ബസ് സ്റ്റാൻഡിലെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിന് വൈകിട്ടോടെയാണ് തീ പിടിച്ചത്. അടുത്ത കടകളിലേക്കും അതിവേഗം തീ പടരുകയായിരുന്നു. പുക ഉയർന്നപ്പോൾ തന്നെ കെട്ടിടത്തിലുള്ളവരെയെല്ലാം പുറത്തിറക്കി. ബസ് സ്റ്റാൻഡിൽ നിന്ന് എല്ലാ ബസ്സുകളും മാറ്റി. സമീപത്തെ കടകളെല്ലാം ഒഴിപ്പിച്ചു. മണിക്കൂറുകളെടുത്താണ് തീ നിയന്ത്രണ വിധേയമാക്കാനായത്. ഇത് 4:45 കത്തിയത്. ഇത് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വണ്ടികൾ ഇവിടെ വന്നത്. അപ്പോൾ 10-15 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിയിരുന്നെങ്കിൽ ഇത് തീ ഇങ്ങനെ പടരില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത് നേരിടണം എത്രയും പെട്ടെന്ന്. കാരണം ഒരു ഭാഗത്ത് തീ അണയ്ക്കുമ്പോൾ മറുഭാഗത്ത് തീ കത്തുന്നൊരു ഇതാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് ഞാൻ നാളെ മറ്റന്നാൾ അന്വേഷിക്കാം. എവിടെയാണ് ഫയർ സ്റ്റേഷൻ, എത്ര ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. എപ്പോൾ ഞാൻ നോക്കിയിട്ട് 9-10 ഫയർ സ്റ്റേഷൻ നമുക്ക് റൊട്ടേഷനായിട്ട് നോക്കിയിട്ട് വെള്ളം ഫിൽ ചെയ്തിട്ട് വാട്ടർ അതോറിറ്റി കോർപ്പറേഷനായിട്ട് എല്ലാ വാട്ടർ അവൈലബിൾ ആക്കിയിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാ സംവിധാനം ഫോമും അവൈലബിൾ ആണ്, വെള്ളവും അവൈലബിൾ ആണ്. റൊട്ടേഷനായിട്ട് യൂസ് ചെയ്തിട്ട് വി ആർ കൺട്രോൾ ദ ഫയർ. ഇഞ്ചറി ഇല്ല, കാഷ്വാലിറ്റി ഇല്ല. ഹോൾസെയിൽ തുണിക്കടയാണ് കത്തിയത്. യൂണിഫോം ഉൾപ്പെടെ ധാരാളം സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇതെല്ലാം കത്തി നശിച്ചു. നാശനഷ്ടങ്ങൾ കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. തീ നിയന്ത്രിക്കുന്നതിന് തകര ഷീറ്റുകളും പ്ലാസ്റ്റിക് ബോർഡുകളും അടക്കമുള്ള അശാസ്ത്രീയ നിർമ്മിതികൾ പ്രതിസന്ധിയായി. കെട്ടിടത്തിന് ചുറ്റും പേരെഴുതി സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ കാരണം വെള്ളം അകത്തേക്ക് എത്തിയിരുന്നില്ല. ഏറെ പണിപ്പെട്ടാണ് തീ അണച്ചത്. വേണ്ടത്ര ഫയർഫോഴ്സ് വാഹനങ്ങൾ ഇല്ലാത്തതും തീ കെടുത്തുന്നത് വൈകാൻ കാരണമായി. ന്യൂസ് 18 കോഴിക്കോട്. ഹൈദരാബാദിലെ ചരിത്രപ്രസിദ്ധമായ ചാർമിനാറിന് സമീപത്തെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 17 പേർ വെന്തു മരിച്ചു. 5 പേർക്ക് പൊള്ളലേറ്റു. തീപിടിച്ച കെട്ടിടത്തിന്റെ 1-ാം നിലയിലേക്കുള്ള ഇടുങ്ങിയ കവാടമാണ് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. രക്ഷാപ്രവർത്തകർ തീ പടർന്ന കെട്ടിടത്തിൽ നിന്നും 15ഓളം പേരെ രക്ഷപ്പെടുത്തി. തീ പിടിച്ച കെട്ടിടത്തിന്റെ 1-ാം നിലയിൽ നിന്നും പുറത്തേക്കുള്ള 2 കവാടങ്ങളും ഇടുങ്ങിയതാണ്. ഒപ്പം കെട്ടിടത്തോട് ചേർന്നുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കുള്ള വാതിൽ വിശാലമാണെങ്കിലും രാവിലെ ഇത് അടഞ്ഞു കിടക്കുകയായിരുന്നു. അപകടത്തിന്റെ വ്യാപ്തി കൂടാനുള്ള പ്രധാന കാരണം ഇതാണ്. പുറത്തേക്കുള്ള വഴിയിൽ തീ പടർന്നതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. മതിൽ തകർത്താണ് അഗ്നിരക്ഷാസേനാ പ്രവർത്തകർ അകത്ത് കടന്ന് തീ അണച്ചത്. രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു അഗ്നിരക്ഷാ പ്രവർത്തകനും പൊള്ളലേറ്റു. അഗ്നിരക്ഷാ പ്രവർത്തകർ എത്തും മുമ്പ് തന്നെ പ്രദേശവാസികൾ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു. ചാർമിനാറിന് സമീപത്തെ ഗുൽസാർ ഹൌസ് എന്ന ബഹുനില കെട്ടിടത്തിൽ രാവിലെ 6 മണിക്കാണ് തീ പടർന്നത്. വീടും കടകളും ചേർന്ന കെട്ടിടമാണിത്. മുത്തുകടയിലാണ് തീപിടുത്തം തുടങ്ങിയതെന്നും ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നുമാണ് പ്രാഥമിക നിഗമനം. ഇതിൽ ശാസ്ത്രീയ അന്വേഷണത്തിന് തെലങ്കാന സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. മരണമടഞ്ഞവരുടെ കുടുംബത്തിന് തെലങ്കാന സർക്കാർ 5 ലക്ഷം രൂപയും കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപ വീതവും സഹായധനം പ്രഖ്യാപിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഒരു നിമിഷത്തെ തോന്നലിൽ ചെയ്യുന്ന അബദ്ധങ്ങൾ പോലും ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കും. കണ്ണൂരിൽ ഗർഭിണിയായ ഭാര്യയുടെ മുൻപിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവ് കയർ കഴുത്തിൽ മുറുകിയാണ് മരിച്ചത്. കണ്ണൂർ തായത്തെരുവിൽ താമസക്കാരനും ഓട്ടോ ഡ്രൈവറുമായ സിയാദ് എന്ന 30-കാരനാണ് മരിച്ചത്. സ്റ്റൂളിൽ കയറി നിന്ന് കഴുത്തിൽ കയർ കുരുക്കി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ സിയാദ് തെന്നി വീഴുകയായിരുന്നു. തെന്നി വീണപ്പോൾ കയർ ഇയാളുടെ കഴുത്തിൽ കുരുങ്ങിയതോടെ ഭാര്യ ഫാത്തിമ സിയാദിനെ താങ്ങി നിർത്താൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല.
ഫാത്തിമയുടെ നിലവിളി കേട്ട് മറ്റുള്ളവരെത്തി യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇതൊക്കെ നമുക്ക് പാഠമാകേണ്ട നിരവധി സംഭവങ്ങളാണ്. ഇത് ഇത്തരത്തിൽ ഒരു നിമിഷത്തെ പ്രേരണയിൽ ജീവിതം നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ ആരും ശ്രമിക്കരുത്. അതൊരിക്കലും നമുക്ക് നല്ലതാവില്ല, നമ്മുടെ കുടുംബത്തിനും നല്ലതാവില്ല. പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.